ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലെ 10 പോളിംഗ് സ്റ്റേഷൻ ഒഴികെയുള്ള എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സമാധാനപരമായാണ് പോളിംഗ് നടക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും കമ്മീഷൻ എടുത്തിരുന്നു. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ നടക്കുന്ന 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി പോളിംഗ് അവസാനിക്കും. പോളിംഗിന് അവസാനിക്കുന്ന 6 മണി സമയത്ത് ആരെങ്കിലും ക്യൂവിൽ ഉണ്ട് എങ്കിൽ ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആളിന് ടോക്കൺ നൽകിക്കൊണ്ട് ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കുന്നത്. അവിടങ്ങളിലെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി പരസ്യപ്രചാരണം അവസാനിക്കും. വോട്ടെടുപ്പ് 2 ഘട്ടങ്ങളിലായി നടക്കുമ്പോഴും 13-ാം തീയതി നടക്കുന്ന വോട്ടെണ്ണലോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുകയാണ്. വോട്ടെണ്ണി സ്ഥാനാർത്ഥികൾ വിജയികളെ പ്രഖ്യാപിക്കുന്നതോടുകൂടി അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ അംഗങ്ങളായി മാറുകയാണ്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും കൗൺസിലർമാരും പഞ്ചായത്തിൽ അംഗങ്ങളുമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞ 20-ാം തീയതി നിലവിലുള്ള കൗൺസിലുകളുടെയും പഞ്ചായത്തുകളുടെയും പഞ്ചായത്ത് ഭരണസമിതികളുടെയും കാലാവധി അവസാനിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെ തുടർന്ന് ഹെഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇലക്ഷനാണ് നടത്തേണ്ടത്. അതിനെ തുടർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ചെയർമാൻമാരുടെയും തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകത നമ്മുടെ ജനജീവിതവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതികളുടെയും പ്രോജക്റ്റുകളുടെയും സ്കീമുകളുടെയും എല്ലാം തന്നെ ആസൂത്രണത്തിലും നടത്തിപ്പിലും പങ്കാളിത്തം വഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ അംഗത്തിനും ഭരണനിർവഹണത്തിൽ നിത്യവും പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കും. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് മരാമത്താണെങ്കിലും ആസൂത്രണമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അതേപോലെ നിരവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. വെറും ഇലക്ടഡ് മെമ്പർ മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് മെമ്പർ കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരംഗം, ആ അംഗത്തെ തെരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ 2,86,00,000 വോട്ടർമാരാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏകദേശം 2.5 ലക്ഷത്തോളം ജീവനക്കാരാണ്. അപ്പോൾ ഇത്രയും ഒരു മാമത്തായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഉള്ള അംഗങ്ങളുടെ ഒഴിവുകൾ നികത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ മരണം പോളിംഗിന് മുമ്പ് സംഭവിക്കുകയാണ് എങ്കിൽ ആ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും തുടർന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയുമാണ് ചെയ്യുന്നത്. അത് അടുത്ത 3 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. സമാധാനപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പോളിംഗ് എങ്ങനെയാണ് നടന്നു പോരുന്നത്? 6.29% പോളിംഗ്, അത് എങ്ങനെ സാർ വിലയിരുത്തുന്നത്? നല്ല പോളിംഗ് ആണ്? അതിപ്പോൾ നമ്മൾ ഈ എല്ലാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനും പോളിംഗ് മാനേജർ ആപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് അവർലി ബേസിസിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
6 എത്രയാണ് പറഞ്ഞത്? 29. 29. ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തുടക്കത്തിൽ നല്ല ഒരു പെർസെൻറ്റേജ് തന്നെയാണ്. ഉച്ചയോടുകൂടി പരമാവധി ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും ഒരു എബോവ് 80% പോളിംഗ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കമ്മീഷൻ ഉദ്ദേശിച്ചിരുന്നത് 100% പോളിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിലെത്തി അവർക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ വളരെ ചിന്തിച്ച് ഉറപ്പിച്ച് കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സുതാര്യമായ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം പ്രാപ്തി കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണമെല്ലാം വരുത്തിയിട്ടുണ്ട്. ECIL, അതായത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ EVMs ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവരുടെ എഞ്ചിനീയേഴ്സ് എല്ലാ ജില്ലകളിലും ഉണ്ട്. ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് എല്ലാ പോളിംഗ് ഓഫീസേഴ്സിനും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ തകരാറുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് അപ്പം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി സെക്ടറൽ ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനമുണ്ട്. സെക്ടറൽ ഓഫീസേഴ്സ് അപ്പം തന്നെ ഇടപെടുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അത്തരത്തിൽ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ വിഴിഞ്ഞം ആ ഭാഗത്ത് പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങളാണോ? അല്ല, വിഴിഞ്ഞം വാർഡ് ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, ആ വാർഡിലെ 10 പോളിംഗ് സ്റ്റേഷൻസ് ആണുള്ളത്. അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മരണം കാരണമാണ് ആ പോളിംഗ് മാറ്റിവെച്ചത്. പിന്നെ കേരളത്തിലെ ആന്തൂർ നഗരസഭയിലെ 5 വാർഡുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയും പോളിംഗ് ഉണ്ടാവില്ല. അതേസമയം 2 പഞ്ചായത്തുകളിൽ, ഗ്രാമപഞ്ചായത്തുകൾ, 1-ാം ഘട്ടത്തിൽ ഒരു പഞ്ചായത്തിലും 2-ാം ഘട്ടത്തിൽ വേറൊരു പഞ്ചായത്തിലും ഒരു സ്ഥാനാർത്ഥി മരിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി വീതം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ പോളിംഗ് ഉണ്ടാവും. കാരണം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് മരിച്ചത്. അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള വോട്ടെടുപ്പ് നടക്കും.